പ്രഭാതകാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറാൻ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. അമരമ്പലം പഞ്ചായത്തിൽ പലയിടങ്ങളിലായി വീശിയ കാറ്റിലും ശക്തമായി പെയ്ത മഴയിലും വൻ നാശനഷ്ടം. അമരമ്പലം ഉള്ളാട് ശിവശ്രീ വീട്ടിൽ ശിവരാമൻ എന്നിവരുടെ ചുറ്റുമതിൽ തൊട്ടടുത്ത പറമ്പിലെ മരം കടപുഴകി വീണ് തകർന്നു. പോസ്റ്റ് ഒടിഞ്ഞു വീണ് KSEB ജീവനക്കാരന് ദാരുണാന്ത്യം. കാരാട് സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ സുരേഷ് ബാബുവാണ് മരിച്ചത്. കഞ്ചാവ് ചെടി കണ്ടെത്തി. മഞ്ചേരി എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K പ്രദീപും സംഘവും നടത്തിയ പെട്രോളിംഗിനിടെയാണ് പന്തല്ലൂർ നരിയട്ടുപാറ നരിയാട് സ്ഥിതി ചെയ്യുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്ത് നിന്ന് 41 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രിയങ്ക ഗാന്ധി MP ഇടപെടൽ. നെടുങ്കയം ഉൾവനത്തിൽ CSR ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അങ്കണവാടി ഉയരുന്നു. അങ്കണവാടിയുടെ ശിലാസ്ഥാപനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ഗവേണിംഗ് കമ്മിറ്റിക്ക് കൈമാറാൻ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. സ്പോർട്സ് ഡയറക്ടറേറ്റ്, കിറ്റിക്കോ, നിലമ്പൂർ നഗരസഭ, മാനവേദൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, PTA ഭാരവാഹികൾ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. സ്പോർട്സ് ഡയറക്ടറേറ്റ്, കിറ്റിക്കോ, നിലമ്പൂർ നഗരസഭ, മാനവേദൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, PTA ഭാരവാഹികൾ എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. സ്റ്റേഡിയത്തിന്റെ പൂർത്തിയാകാത്ത ഗാലറിയുടെയും ഡ്രൈനേജിന്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുവാനും നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയിൽ നിന്നോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഓൺ ഫണ്ടിൽ നിന്നോ വകയിരുത്തും. ആര്യാടൻ ഷൗക്കത്ത് MLA രക്ഷാധികാരിയും നഗരസഭാ ചെയർപേഴ്സൺ പ്രസിഡന്റും നഗരസഭാ സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, സെക്രട്ടറി, മാനവേദൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ജില്ലാ കളക്ടറുടെ പ്രതിനിധി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധി, 2 കായിക താരങ്ങൾ, PTA പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളുമായ ഗവേണിംഗ് കമ്മിറ്റിക്കായിരിക്കും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതല. 2019 ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം 7 വർഷമായിട്ടും കൈമാറാത്തത് പ്രതിസന്ധിയായിരുന്നു. സ്റ്റേഡിയം കൈമാറാത്തത് ആര്യാടൻ ഷൗക്കത്ത് MLA സബ്മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് തീരുമാനം എടുക്കും എന്നാണ് സ്പോർട്സ് യുവജന ക്ഷേമ മന്ത്രി OG ജനീഷ് മറുപടി നൽകിയത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, സ്പോർട്സ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ KK ദീപേഷ്, കിറ്റ്കോ സീനിയർ കൺസൾട്ടന്റ് M ബൈജു ജോൺ, കൌൺസിലർമാരായ TT റജീന, M ഷിഹാബ്, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, ഹെഡ്മാസ്റ്റർ A അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് പാറപ്പുറവൻ മുജീബ് റഹ്മാൻ, SMC ചെയർമാൻ കോയ കടവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അമരമ്പലം പഞ്ചായത്തിൽ പലയിടങ്ങളിലായി വീശിയ കാറ്റിലും ശക്തമായി പെയ്ത മഴയിലും വൻ നാശനഷ്ടം. അമരമ്പലം ഉള്ളാട് ശിവശ്രീ വീട്ടിൽ ശിവരാമൻ എന്നിവരുടെ ചുറ്റുമതിൽ തൊട്ടടുത്ത പറമ്പിലെ മരം കടപുഴകി വീണ് തകർന്നു. പാറക്കൽ സതീഷിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വലിയൊരു തെങ്ങ് കടപുഴകി വീണ് അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. അച്ചാർ കമ്പനി പെരിഞ്ചൂർ ഭാഗത്ത് മരം വീണ് വൈദ്യുതി പൂർണ്ണമായും തകരാറിലായി. റോഡുകൾ മുഴുവൻ മരം വീണതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുവാനും മരങ്ങൾ വെട്ടിമാറ്റുവാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ് ഒടിഞ്ഞു വീണ് KSEB ജീവനക്കാരന് ദാരുണാന്ത്യം. കാരാട് സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ സുരേഷ് ബാബുവാണ് മരിച്ചത്. പോസ്റ്റ് ഒടിഞ്ഞു വീണ് KSEB ജീവനക്കാരന് ദാരുണാന്ത്യം. കാരാട് സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ സുരേഷ് ബാബുവാണ് മരിച്ചത്. വേരിപ്പാടം ഇടശ്ശേരി കോളിലാണ് സംഭവം. ലൈൻ അഴിച്ചു മാറ്റുന്നതിനിടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ പോസ്റ്റ് സമീപത്തെ മതിലിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും.
കഞ്ചാവ് ചെടി കണ്ടെത്തി. മഞ്ചേരി എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപും സംഘവും നടത്തിയ പെട്രോളിംഗിനിടെയാണ് പന്തല്ലൂർ നരിയെട്ടുപാറ നരിയാട് സ്ഥിതി ചെയ്യുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്ത് നിന്ന് 41 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കഞ്ചാവ് ചെടി മലപ്പുറം എക്സൈസ് ഓഫീസിൽ ഹാജരാക്കി. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരീഷ് ബാബു ടി, ശ്രീജിത്ത് വി, ലിജിൻ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഇടപെടലിൽ നെടുങ്കയം ഉൾവനത്തിൽ CRS ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അങ്കണവാടി ഉയരുന്നു. അങ്കണവാടിയുടെ ശിലാസ്ഥാപനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എരഞ്ഞിക്കുളവൻ ഉസ്മാൻ, പഞ്ചായത്ത് അംഗം രഹന, TP സിദ്ദിഖ്, സലിം മുണ്ടോടൻ, വിപിൻ കരുവാടൻ, സാജിദ മഴക്കാരത്ത്, അബ്ദുൽ റഫീഖ്, അനീഷ് കരുളായി, നാസിർ കക്കോടൻ, KT സീതലവി തുടങ്ങിയവർ സംബന്ധിച്ചു. ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെയും ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ അനുസ്മരണവും തുടർന്ന് പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ചടങ്ങ് വായനശാല പ്രസിഡന്റ് KK ദീപ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്ന ഡോക്ടർ ശിവൻകുട്ടി മാഷ് വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി അംഗം CT ഗീത ടീച്ചർ ബാബു അബ്രഹാമിന്റെ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായനക്കാർക്കായി പരിചയപ്പെടുത്തി. തുടർന്ന് വായനക്കളരിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു. ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷങ്കീദ് കോവിലകത്തുമുറി, ജയകൃഷ്ണൻ P, സുബോധ് CP, ബിബിൻ, അഭയ്, ആകാശ്, പ്രവീണ കമത്ത്, സിനി സുന്ദർ, ശ്യാമള P എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി അംഗം സുധ ടീച്ചർ ചടങ്ങിൽ നന്ദി പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മമ്പാട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബഷീർ ദിനം വിപുലമായി ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ബഷീറിന്റെ ജീവിതവും സാഹിത്യ സംഭാവനകളും പരിചയപ്പെടുത്തി. കുട്ടികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളായ ബഷീർ, പാത്തുമ്മ, പാത്തുമ്മയുടെ ആട് എന്നിവരുടെ വേഷത്തിലെത്തി ശ്രദ്ധേയമായ കഥാപാത്രാവതരണം നടത്തി. തുടർന്ന് ബഷീറിന്റെ ജീവിതവും കൃതികളും ആസ്പദമാക്കി തയ്യാറാക്കിയ ബഷീർ വീണ്ടും വന്നാൽ എന്ന സ്കിറ്റ് അവതരിപ്പിച്ചു. കുട്ടികളുടെ അവതരണം ഏറെ ശ്രദ്ധേയവും പ്രേക്ഷക പ്രശംസ നേടിയതുമായിരുന്നു. സ്ഥാപന പ്രധാനാധ്യാപിക ഫിദ, ആയമാരായിട്ടുള്ള VP സജന, K കൗലത്ത്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ CM ഷഫാൻ, ഡാനിഷ് എന്നിവർ പങ്കെടുത്തു. പാലാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനശ്വര രചനകൾക്കും കഥാപാത്രങ്ങൾക്കും ബഷീർ ദിനത്തിൽ കുട്ടികൾ ജീവൻ നൽകി. വിദ്യാലയത്തിലെ മലയാള വിഭാഗം നടത്തിയ പരിപാടി പ്രിൻസിപ്പാൾ ഷിജു വർക്കി ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ സാഹിത്യ രചനകൾക്ക് പൊതുസമൂഹം ഇന്നും നൽകുന്ന സ്വീകാര്യത ബഷീറിന്റെ ശൈലി എക്കാലത്തെയും സാധാരണ ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ നിദർശനമാണെന്ന് കുട്ടികളുടെ അവതരണത്തിലൂടെ സദസ്സിന് ബോധ്യമായി. ബഷീർ കൃതികളായ ബാല്യകാല സഖി, മതിലുകൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയവയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലം തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ച, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. സുന്ദരമായ പേര്. വൈസ് പ്രിൻസിപ്പൽ C അഷ്റഫ്, മലയാള വിഭാഗം മേധാവി മേഴ്സി ജോർജ്, ഷാമിലി PK എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ലിനി സോജി, ഷുഹൈദ് CM, മുഹമ്മദ് ഇഹ്സാൻ VM, തൗഫീർ M, മുഹമ്മദ് ആഷിഖ് A, മുഹമ്മദ് നാസിഫ് എന്നിവർ നേതൃത്വം നൽകി. DYFI പഠനോത്സവവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. DYFI കോവിലകത്തുമുറി, ആശുപത്രിക്കുന്ന് യൂണിറ്റ് കമ്മിറ്റികൾ SSLC, +2 ഉന്നത വിജയികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള അനുമോദനവും നൽകി. DYFI നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപക് ഉദ്ഘാടനം ചെയ്തു.
വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് ഷാജി CK എടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി ഷൺഗീത് കോവിലകത്തുമുറി, നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ലെനിൻ, മേഖലാ കമ്മിറ്റി അംഗം കിരൺ ദാസ് എന്നിവർ വിജയികൾക്കുള്ള മൊമെന്റോ നൽകി. യൂണിറ്റ് സെക്രട്ടറിമാരായ ഡോണൽ, ആകാശ്, അംഗങ്ങളായ അഭയ്, ഡോബിൻ, അശ്വിൻ മങ്ങാട്ട്, അഭിനവ്, വൈശാഖ്, അശ്വിൻ ദേവരാജ് തുടങ്ങിയവർ പഠനോത്സവത്തിന് നേതൃത്വം നൽകി. മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിന്റെ വകയായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ ഒരു വർഷത്തേക്ക് ഒരു ദിവസം 5 മാതൃഭൂമി ദിനപത്രം വിതരണം ചെയ്യുന്ന മധുരം മലയാളം പരിപാടി സംഘടിപ്പിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് P. രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്കൂൾ ഡെപ്യൂട്ടി ലീഡർ K. ഭവ്യയ്ക്ക് പത്രം നൽകി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാതൃഭൂമി നിലമ്പൂർ ലേഖകൻ സുരേഷ് മോഹൻ, സ്കൂൾ HM A. സിദ്ദിഖ് ഹസൻ, അധ്യാപികമാരായ MV ചിത്രാദേവി, അനിത RL, നീന, T. രാജേഷ് മാസ്റ്റർ, K. സൽമാൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.